ഇടതു നിരീക്ഷണ റെജി ലൂക്കോസ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, പണമിടപാട് സംബന്ധിച്ച ഈ കേസിലെ പണമിടപാട് സംബന്ധിച്ച രേഖകൾ പുറത്തു വന്നിരുന്നു. ഒപ്പിട്ടത് NM വിജയനാണ്. IC ബാലകൃഷ്ണന്റെ പേര് കൃത്യമായി അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുധാകരന് KPCC നേതൃത്വത്തിന് NM വിജയൻ കൊടുത്ത പരാതിയിൽ അത് കൃത്യമായി പറയുന്നുണ്ട്. IC ബാലകൃഷ്ണൻ ഈ പണം വാങ്ങി എന്നത് തന്നെ വലിയ അഴിമതി, ഒരു നിയമനത്തിന് ആ പണം വാങ്ങിയത് തന്നെ വലിയ അഴിമതി. അതിന് പുറമെ ഈ ജോലി കിട്ടിയില്ലെങ്കിൽ പണം തിരിച്ചു കൊടുക്കാമെന്ന വ്യവസ്ഥ ലംഘിക്കുന്നു. അതുവരെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെ മരണത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഒറ്റപ്പെടുത്തുന്നു. ഇവർ ഇതുവരെ ഇക്കാര്യത്തിൽ ഒരു കോൺഗ്രസ് ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. ഈ മറുപടി പറയാതിരുന്നത് കൊണ്ട് മാറുന്നതല്ലല്ലോ ആ കളങ്കം. തീർച്ചയായിട്ടും മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. കാരണം മുൻ DCC പ്രസിഡന്റാണ് ഈ വിജയൻ എന്ന് പറഞ്ഞ വ്യക്തി. അദ്ദേഹം ഇപ്പോൾ വയനാട് DCC ട്രഷറർ കൂടിയാണ്. പൊതുവെ നല്ല ഇമേജ് ഉള്ള മനുഷ്യ സാധാരണക്കാരുമായിട്ടൊക്കെ ഇടപഴകി നല്ല ഒരു ഇമേജ് ഉള്ളൊരു നേതാവായിട്ടാണ് പൊതുവെ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിനെ മുൻനിർത്തിക്കൊണ്ട് അവിടുത്തെ സഹകരണ ബാങ്കുകളിൽ ജോലി വാഗ്ദാനം നൽകിയാണ് ഇപ്പോൾ ഈ IC ബാലകൃഷ്ണനെതിരെ വന്നിരിക്കുന്ന ആരോപണം. IC ബാലകൃഷ്ണന് DCC പ്രസിഡന്റായിട്ടും MLA ആയിട്ടും ഒരേ സമയം ഇരുത്തലാണ്. ഇപ്പൊ നിലവിലെ MLA ആണ്. അദ്ദേഹം DCC പ്രസിഡന്റ് കൂടെ ആയിരുന്ന സമയത്താണ് ഇതുപോലെ തന്നെ ഒരു റിട്ടയർഡ് അധ്യാപകനിൽ നിന്ന് അദ്ദേഹത്തിന്റെ മകനോ മകൾക്കോ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് 30 ലക്ഷത്തോളം രൂപയാണെന്ന് തോന്നുന്നു വാങ്ങിയതിന്റെ ഒരു ഉടമ്പടിയുണ്ട്. ആ ഉടമ്പടിയിൽ തന്നെ IC ബാലകൃഷ്ണന്റെ പേര് പ്രത്യേകം പറയുന്നുണ്ട്. അത് കൂടാണ്ട് തന്നെ പുറത്തു വരുന്ന വാർത്തകളിൽ കോടിക്കണക്കിന് രൂപ ഇങ്ങനെ സമ്പാദിച്ചതായിട്ടാണ്, ഇങ്ങനെ അപഹരിച്ചെടുത്തതായിട്ടാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്നിട്ട് ജോലി കിട്ടിയില്ലെങ്കിൽ പണം തിരിച്ചു കൊടുക്കാം എന്നുള്ള വാഗ്ദാനം ഈ IC ബാലകൃഷ്ണനും സംഘവും നിർദ്ദയം അവഗണിക്കുമായിരുന്നു. അപ്പൊ അതിന്റെ പേരിലാണ് ശക്തിയായ ഒരു കോൺഗ്രസ് നേതാവ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകനോടൊപ്പം ആത്മഹത്യ ചെയ്ത്. ഇതും വളരെ നിസ്സാരമായ ഒരു കാര്യമായിട്ട് ഒരിക്കലും എഴുത്തള്ളാൻ പറ്റത്തില്ല. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശന് KPCC പ്രസിഡന്റ് ഒരു മറുപടി പറഞ്ഞേ പറ്റൂ. IC ബാലകൃഷ്ണൻ ഈ അഴിമതി ആരോപണങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കണം. സുൽത്താൻ ബത്തേരിയിലെ ജനങ്ങളുടെ മുമ്പിൽ ഒരു MLA എന്നുള്ളത് ഇനി അതിന് മുമ്പോട്ട് പോകാൻ പറ്റിയതില്ല. കേരളത്തിൽ ഇത് ആദ്യമായിട്ടില്ല. കേരളത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന മിക്കവാറും ഏതാണ്ട് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന കണക്ക് ശരിയാണെന്ന് പറഞ്ഞാൽ 162ഓളം സഹകരണ ബാങ്കുകളിൽ കോടിക്കണക്കിനുള്ള തട്ടിപ്പുകളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഭാഗമാണ് വയനാട്ടിലെ ഇപ്പോൾ 3 ബാങ്കുകളിൽ നിയമനം നൽകാമെന്നും പറഞ്ഞുകൊണ്ട് കബളിപ്പിച്ചതായിട്ടാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന വാർത്തകൾ. IC ബാലകൃഷ്ണൻ അത് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. IC ബാലകൃഷ്ണൻ അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഒക്കെ രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രം മാത്രമേ ഉള്ളൂ. ഇപ്പൊ എന്തായാലും വളരെ ഗൗരവത്തിൽ തന്നെ പോകുന്നു. കോൺഗ്രസിന്റെ നേതൃത്വത്തിന് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. IC ബാലകൃഷ്ണനെതിരെ ശക്തമായ നടപടിയിലേക്ക് അവർ പോയില്ല എങ്കിൽ ശക്തമായ പ്രശ്നവുമായിട്ട് വയനാട്ടിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പോൾ CPM-നൊപ്പം അവിടുത്തെ ജനങ്ങളും തെരുവിലിറങ്ങുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. IC ബാലകൃഷ്ണനെ കുറിച്ച് നമുക്ക് മറ്റൊരു കാര്യം പറയാനുണ്ട്. IC ബാലകൃഷ്ണൻ ഇതുപോലുള്ള ആരോപണങ്ങൾ ആദ്യമായിട്ടല്ല, പല വിവാദപരമായ ആരോപണങ്ങൾ അതേക്കുറിച്ച് കാലങ്ങളായിട്ട് തന്നെ ഇപ്പൊ 3-ാം വട്ടമാണെന്ന് തോന്നുന്നു അദ്ദേഹം MLA ആയിട്ട് നിൽക്കുന്നത്. അദ്ദേഹത്തെ കുറിച്ച് വന്നിട്ടുണ്ട്. അതെല്ലാം അന്വേഷണ വിധേയമാക്കണം. ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു, കേരളത്തിന്റെ സഹകരണ മേഖലയിൽ കൊള്ളയാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതികൾ. ഒരു തർക്കമില്ല കാര്യത്തിൽ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വയനാട് എന്ന് പറഞ്ഞ ജില്ല മുഴുവൻ അറിയപ്പെടുന്ന കോൺഗ്രസിലെ താരതമ്യേന ആയിട്ടുള്ള നല്ലൊരു വ്യക്തിത്വമാണ് വിജയൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം നേരത്തെ DCC പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ മകനോടൊപ്പമാണ് അപമാനമാരും സഹിക്കാതെ കണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹം ഒരു തട്ടിപ്പുകാരന്റെ സ്ഥിതിയിലേക്ക് അദ്ദേഹം വഴിമാറിപ്പോകേണ്ട ഒരു ഗതികേടിലാണ് അദ്ദേഹം ഇപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഒരു തട്ടിപ്പുകാരനായിരുന്നെങ്കിൽ ഒരിക്കലും അദ്ദേഹം ആത്മഹത്യ ചെയ്യത്തില്ല, ഒരു നിസ്സംശയം പറയാം. അപ്പൊ IC ബാലകൃഷ്ണൻ സംശയത്തിന്റെ മുൾമുനയിലാണ്. IC ബാലകൃഷ്ണൻ അടിയന്തരമായിട്ട് MLA സ്ഥാനം രാജിവെക്കണം. ചോദിക്കാനുള്ള ഒരു കാര്യം അതാണ്. ഏതാണ്ട് 3 ദിവസത്തോളം വിഷം ഉള്ളിൽ ചെന്നതിന് ശേഷം 3 ദിവസത്തോളം ഈ ട്രഷററും DCC ട്രഷററും മകനും ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. 3-ാമത്തെ ദിവസം വൈകുന്നേരത്തോടു കൂടിയാണ് രണ്ടുപേരുടെയും മരണം സംഭവിക്കുന്നത്. ആദ്യം ഈ പണം വാങ്ങി എന്നൊരു പ്രശ്നം നിൽക്കുന്നു. ആ പണം വാങ്ങി നേതാക്കൾ കൈയഴിഞ്ഞതോടുകൂടി സമ്മർദ്ദത്തിലാകുന്ന ഘട്ടത്തിൽ KPCC നേതൃത്വത്തിന് പരാതി കൊടുക്കുന്നു NM വിജയൻ. പക്ഷേ ഈ ആരോപണങ്ങളൊക്കെ നിൽക്കുന്ന ഘട്ടത്തിലും പരാതിയിൽ അനങ്ങിയില്ല എന്ന് മാത്രമല്ല, ഈ മരണം സംഭവിച്ചതിന് ശേഷവും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം ഉണ്ടാകുന്നില്ല. IC ബാലകൃഷ്ണനെ സംരക്ഷിക്കുകയാണോ കോൺഗ്രസ്? അല്ല, 100% കോൺഗ്രസിന്റെ ചരിത്രം തന്നെ തട്ടിപ്പുകാരെ സംരക്ഷിക്കുക എന്നുള്ളതാണല്ലോ. കൊള്ളയടിക്കാരും തട്ടിപ്പുകാരും ജനവഞ്ചകരെ സംരക്ഷിക്കുന്ന ഒരു പാരമ്പര്യമാണ് കോൺഗ്രസിനുള്ളത്. 3 ദിവസം അദ്ദേഹം ആശുപത്രി കിടന്നത് മാത്രമല്ല, അതിനു മുമ്പ് തന്നെ KPCCക്ക് പരാതി നൽകിയിട്ട് ആ പരാതി പരിഗണിച്ചിട്ട് പോലുമില്ല അദ്ദേഹത്തിനെ വിളിച്ചു ചോദിക്കാനോ ഈ IC ബാലകൃഷ്ണൻ അന്വേഷണത്തിന്റെ ഫലമായിട്ട് അദ്ദേഹമായിട്ട് ഈ സംസ്ഥാന കോൺഗ്രസുകാരുടെ നേതൃത്വത്തിൽ സംസാരിക്കാനോ പോലും തയ്യാറാകാതെ ഒരു മുൻ DCC പ്രസിഡന്റിനെയും നിലവിലെ ട്രഷററെയും മരണത്തിലേക്ക് വിടുകയായിരുന്നത്. അത് നിസ്സാരമല്ല. തന്നെയുമല്ല, ഇപ്പൊ നമ്മൾ ഏറ്റവും പുറത്തുവരുന്ന വാർത്ത അനുസരിച്ച് ഈ നിമിഷം വരെ ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിനെ കുറിച്ച് അക്ഷരം പോലും വേണ്ടിയില്ല. അത് തന്നെ കടുത്ത വഞ്ചനയല്ലേ, കടുത്ത തെറ്റല്ലേ അവരുടെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആത്മഹത്യ ചെയ്യാനുള്ള നിർബന്ധിതനായ ഒരു മനുഷ്യനെ അതിലേക്ക് വലിച്ചഴിച്ചിട്ട് ഈ കോൺഗ്രസിന്റെ നേതൃത്വം നിശബ്ദമായിട്ട് ഇതിനോടൊരു പ്രതികരണം നൽകാതെ
ഇരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ചിന്തിക്കാൻ പറ്റും? ഇദ്ദേഹത്തിനെ 3 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഒറ്റ ആൾ പോലും, ഒരു കോൺഗ്രസ് നേതാവ് പോലും അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കിയിട്ടുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വയനാട് പോലെ ഒരു ജില്ലയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സഹകരണ ബാങ്കുകൾ നടന്ന ഈ കൊടും തട്ടിപ്പ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ 30 ലക്ഷം അല്ല, ഏതാണ്ട് 2 കോടിയോളം തുക ഒരു വ്യക്തിയിൽ നിന്ന് തന്നെ ജോലിക്ക് വേണ്ടിയിട്ട് 1 കോടി രൂപ വാങ്ങിച്ചത് അവർ തെളിവുകളെല്ലാം പുറത്തു വരുന്നേ ഉള്ളൂ. അപ്പൊ കോടാനുകോടികളുടെ തട്ടിപ്പാണ് ഈ MLA നേതൃത്വത്തിൽ നടന്നിരിക്കുന്ന ആരോപണത്തിന്റെ മുൻമുന്നിലാണ് അദ്ദേഹത്തിന് ഒരു നിമിഷം പോലും ബത്തേരിയിലെ തന്നെ നിയോജകമണ്ഡലത്തിലെ ജനങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ധാർമ്മികമായ ഒരു ചുമതലയില്ല. തന്നെയുമല്ല, ഇദ്ദേഹത്തിനെ ആരെങ്കിലും പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെല്ലാം ഈ കുറ്റവാളികളുടെ പട്ടികയിലേ പെടുത്തുള്ളൂ. സുൽത്താൻ ബത്തേരി പോലെ കർഷകരും കുടിയേറ്റക്കാരും അധ്വാനിക്കുന്ന ജനവിഭാഗത്തിനെയാണ് വഞ്ചിച്ചുകൊണ്ട് ഇവർ ഈ ഒരു കൂട്ടം പൈസ തട്ടിയെടുത്തിരിക്കുന്നത്. എനിക്ക് വയനാട് നന്നാട്ടുകാരാണ്, നല്ല നിഷ്കളങ്കരായ മനുഷ്യരാണ്. അവരെയൊക്കെ ഇങ്ങനെ കൊടും ക്രൂരതയിലേക്ക് അഴിമതി വാങ്ങിച്ച് അവരുടെ തന്നെ നേതൃത്വത്തിലുള്ള അവരിൽ നിന്ന് വളർന്നു വന്ന ഒരു പ്രായമുള്ള ഒരു സാത്വികനായ ഒരു കോൺഗ്രസ് നേതാവിനെ കൊലയ്ക്ക് കൊടുക്കത്തക്ക രീതിയിലാണ് ഈ പ്രവർത്തനം നടന്നിരിക്കുന്നത്. സുൽത്താൻ ബത്തേരിയിലെ ഈ ബാങ്കിൽ അല്ലെങ്കിൽ അവർ നേതൃത്വം കൊടുക്കുന്ന പല ബാങ്കുകളും ഈ തട്ടിപ്പ്. ഞാൻ ഒരു കാര്യം പറയാം. കെ ഇബ്രാഹിം എന്ന് പറയുന്ന ആള് KPCC ജനറൽ സെക്രട്ടറി പ്രസിഡന്റായിരുന്ന പുൽപ്പള്ളി ബാങ്കിൽ നിന്നും ഒരു കോടിക്കണക്കിന് വെട്ടിപ്പെടുന്നത് എങ്ങനെ വെട്ടിപ്പെടുത്ത്? കേവലം 50-60 സെന്റ് മാത്രമുള്ള ഒരു പാവപ്പെട്ടവരടുത്ത് നിസ്സാര തുകയ്ക്കുള്ള ആധാരം മറിച്ചു വെച്ച് ഈ പ്രസിഡന്റ് കോടികൾ തട്ടിയെടുത്ത് ആ ബാങ്കിൽ അദ്ദേഹം പ്രസിഡന്റായിരുന്നു കെ ഇബ്രാഹിം. അത് KPCC ജനറൽ സെക്രട്ടറി ആയിരുന്നു. അന്ന് തന്റെ വീടും സ്ഥലവും ജപ്തി ചെയ്യാനായിട്ടുള്ള നോട്ടീസ് കിട്ടിയപ്പോഴാണ് ഈ കർഷകൻ ഈ ഊര് അറിയുന്നത്. ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. അത് അദ്ദേഹം ജീവനൊടുക്കി. എന്നിട്ടും ഒരു നടപടി പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് പോലും ഈ KPCC ജനറൽ സെക്രട്ടറിക്ക് ഒരു നടപടിയോ അദ്ദേഹത്തിനെ പുറത്താക്കാനായിട്ടുള്ള സന്മനസ് ആദ്യഘട്ടങ്ങളിൽ കാണിക്കാത്തൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കോൺഗ്രസിനെ വിശ്വസിച്ച് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സഹകരണ ബാങ്ക് പോലെയുള്ള പ്രസ്ഥാനങ്ങളിൽ പണം നിക്ഷേപിക്കുന്നവരും അതിന്റെ പേരിൽ നടക്കുന്ന തട്ടിപ്പുകൾക്ക് കൂട്ടുനിൽക്കുന്നവരും ഇനിയെങ്കിലും മറിച്ച് ചിന്തിക്കുക. ഇത്തരക്കാരെ തങ്ങളുടെ ജനപ്രതിനിധിയായിട്ട് കേരളത്തിലെ നിയമസഭയിലേക്ക് അയക്കണോ? IC ബാലകൃഷ്ണനെ കുറിച്ച് ഞാൻ പറഞ്ഞു. IC ബാലകൃഷ്ണൻ പല വിവാദങ്ങൾക്കും ഈ രീതിയിലുള്ളതിന് മുമ്പ് അദ്ദേഹം വാർത്തകളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ അടിയന്തരമായിട്ട് അദ്ദേഹത്തിനെ MLA സ്ഥാനം രാജിവെപ്പിക്കാൻ തയ്യാറാണ്. ഇല്ല, അദ്ദേഹം MLA സ്ഥാനം ഒഴിയണം. അതാണ് ആദ്യത്തെ പടി എന്ന് പറയുന്നത്. യെസ്, ജോലി ശരി. വളരെ നന്ദി ശ്രീ റജി ലൂക്കോസ് പ്രതികരിച്ചതിന്. ജോലി കൊടുക്കാമെന്ന് വാഗ്ദാനം കൊടുത്ത് പണം വാങ്ങുന്നു. ആ ജോലി കിട്ടിയില്ലെങ്കിൽ പണം തിരിച്ചു കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു, അത് തിരിച്ചു കൊടുക്കുന്നില്ല. അതിന് കൂടെ നിന്ന കോൺഗ്രസ് നേതാവിനെ പ്രതിരോധത്തിലാക്കുന്നു, മരണത്തിലേക്ക് തള്ളിവിടുന്നു. ഇങ്ങനെ ഗുരുതരമായ ആരോപണങ്ങൾ നിലനിൽക്കെ അത് KPCC നേതൃത്വത്തിന് പരാതിയായി കൊടുത്തിട്ടും പരാതി പരിഹരിക്കപ്പെടുന്നില്ല, ചോദ്യമുയരുന്നില്ല. മരണത്തിന് ശേഷം ഇപ്പോഴും കോൺഗ്രസ് അതിലൊരു മറുപടി പറയാതെ ഒളിച്ചു കളിക്കുകയാണ്. പ്രതിരോധത്തിലായിട്ടുണ്ട് അത്ര കണ്ട് കോൺഗ്രസ്.